ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി ഉയർത്തിയിട്ടുണ്ട്. ആ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു. പക്ഷേ രോഗവ്യാപനം കൂടുതൽ കരുത്താർജിക്കുന്നു. ആ സാഹചര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള സാഹചര്യം വന്നേക്കാം. അതുകൊണ്ടുകൂടിയാണ് ലോക്ക്ഡൗൺ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ ലോക്ക്ഡൗണും ഇപ്പോൾ നടപ്പിലാക്കുന്ന ലോക്ക്ഡൗണും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ലോക്ക്ഡൗൺ പ്രിവെന്റീവ് ലോക്ക്ഡൗൺ ആയിരുന്നു. ആ ഘട്ടത്തിൽ രോഗം പ്രധാനമായും പുറത്തുനിന്നും വരുന്ന അവസ്ഥയായിരുന്നു. സമൂഹ വ്യാപനം ഒഴിവാക്കാനായിരുന്നു ആ ലോക്ക്ഡൗൺ വഴി ശ്രമിച്ചത്. ഇപ്പോൾ നടപ്പിലാക്കുന്നത് എമർജൻസി ലോക്ക്ഡൗൺ ആണ്. രോഗബാധ ഇവിടെ തന്നെയുള്ള സമ്പർക്കം മൂലമാണ് ഇപ്പോൾ കൂടുതലായി ഉണ്ടാകുന്നത്. പ്രധാനമായും മരണങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഈ ലോക്ക്ഡൗണിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൗണിനുള്ളത് നമ്മുടെ ജീവന്റെ വിലയാണ് എന്നത് മറക്കാതിരിക്കുക. സ്വന്തം സുരക്ഷയ്ക്കും പ്രിയപ്പെട്ടവരുടെ നന്മയ്ക്കും ഈ ലോക്ക്ഡൗൺ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. ജീവന്റെ വിലയുള്ള ലോക്ക്ഡൗൺ ആണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ അത് കൂടുതൽ ബോധ്യമാകും. മാത്രമല്ല, നമ്മുടെ ഇടയിലേക്കും കോവിഡ് പടരുകയാണ്. ഇന്ന് പ്രതിദിന കണക്കിൽ നേരിയ കുറവുണ്ടെങ്കിലും 72 പഞ്ചായത്തുകളിൽ കോവിഡ് പരിശോധന നടത്തിയപ്പോൾ 50% പേരും രോഗബാധിതരാണ്. പൊതുവിൽ ശക്തമായ പ്രതിരോധ നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്കുകൾ ഏകീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അത് അംഗീകരിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവും ഇറക്കി. സർക്കാർ നടപടിയെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ രാജ്യത്തെ സ്ഥിതി ഇപ്പോഴും കൂടുതൽ ആശങ്കാജനകമാണ്. സർക്കാർ നടപടിയെ സുപ്രീം കോടതി സൂക്ഷ്മമായി പരിശോധിക്കുന്നു. വാക്സിൻ നയത്തിൽ കോടതി ഇടപെടരുതെന്ന് പറയാൻ പോലും കേന്ദ്ര സർക്കാർ മടിക്കുന്നില്ല. യോഗി ഭരിക്കുന്ന UP-യിൽ കാര്യങ്ങൾ പന്തിയല്ലെന്ന് UP-കാരനായ കേന്ദ്രമന്ത്രിക്ക് തന്നെ ഇപ്പോൾ പറയേണ്ടി വരുന്നു. അന്താരാഷ്ട്ര മെഡിക്കൽ ജേർണൽ ലാൻസെറ്റ് കോവിഡ് പ്രതിരോധത്തിൽ ഭരണക്കാർക്ക് പറ്റിയ വീഴ്ചകൾ ഓരോന്നായി തുറന്നു കാട്ടുന്നു. ഇങ്ങനെ ഈ കോവിഡ് കാലത്തെ അവസ്ഥകളാണ് ഇന്ന് ചർച്ചയാവുന്നത്. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. ഇന്ന് 27,487 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.56%. 65 മരണം. ലോക്ക്ഡൌണിന് ജീവന്റെ വിലയെന്ന് മുഖ്യമന്ത്രി. പാലക്കാട്ട് സേവാഭാരതി പ്രവർത്തകർ വാഹന പരിശോധന നടത്തിയത് പാടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി. യൂണിഫോം ഇട്ട ഒരു സംഘടനയും പോലീസിനൊപ്പം സന്നദ്ധ പ്രവർത്തനം നടത്തേണ്ടതില്ല. ആവശ്യമുള്ള സന്നദ്ധ പ്രവർത്തകരെ പോലീസ് തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് ഏകീകരിച്ചു. ജനറൽ വാർഡുകളിൽ ഒരു ദിവസത്തേക്ക് പരമാവധി 2,645 രൂപ മാത്രം. ICUവിന് 7,800 രൂപയും ICU വിത്ത് വെന്റിലേറ്ററിന് 13,800 രൂപയും ഈടാക്കാം. ഉയർന്ന നിരക്ക് ഈടാക്കുന്നവർക്കെതിരെ 10 ഇരട്ടി പിഴയെന്ന് മുഖ്യമന്ത്രി. ഉത്തരവ് അംഗീകരിക്കില്ലെന്ന് ആശുപത്രി മാനേജ്മെന്റുകൾ. അംഗീകരിച്ചേ തീരുവെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സർക്കാർ ഉത്തരവ് പ്രശംസനീയമെന്നും ഹൈക്കോടതി. കേരളം വില കൊടുത്തു വാങ്ങി കോവിഷീൽഡ് വാക്സിന്റെ ആദ്യ ബാച്ച് കൊച്ചിയിലെത്തിച്ചു. വാക്സിൻ നയത്തിൽ സുപ്രീം കോടതി ഇടപെടരുതെന്ന് കേന്ദ്രം. സംസ്ഥാനങ്ങൾ സൗജന്യ വാക്സിൻ നൽകുന്നതിനാൽ വില വ്യത്യാസം പ്രകടമാവില്ലെന്ന് കേന്ദ്രത്തിന്റെ വിചിത്രവാദം. കേന്ദ്രത്തോട് അതൃപ്തി അറിയിച്ച് സുപ്രീം കോടതി. കോവിഡ് സത്യവാങ്മൂലം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ്.
രാജ്യത്ത് കോവിഡ് പ്രതിദിന വ്യാപനത്തിൽ നേരിയ കുറവ്. 3,66,161 പുതിയ രോഗികൾ, 3,754 മരണം. യോഗി ആദിത്യനാഥിനെ വിമർശിച്ച കേന്ദ്ര തൊഴിൽ മന്ത്രി. യു പിയിൽ കോവിഡ് പ്രതിരോധം താളം തെറ്റിയെന്ന് കേന്ദ്രമന്ത്രി. കോവിഡിനെ നേരിടാൻ മോദി സർക്കാർ പരാജയമെന്ന് അന്താരാഷ്ട്ര മെഡിക്കൽ ജേർണൽ ലാൻസെറ്റ്. തമിഴ്നാട്ടിലും കർണാടകയിലും ലോക്ക്ഡൌൺ. കോവിഡ് മഹാമാരിക്കിടയിലും ഇന്ധനവില വീണ്ടും കൂട്ടി. വർധന 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് പെട്രോളിന് 26 പൈസയും ഡീസലിന് 35 പൈസയും വർദ്ധിച്ചു. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം മണിക് സർക്കാരിന് നേരെ സംഘ് പരിവാർ ആക്രമണം. പ്രതിപക്ഷ ഉപനേതാവ് ബാദൽ ചൗധരിക്ക് നേരെയും ആക്രമണം. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുക്കുന്നത് ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ SS സന്തോഷ്, സ്വാമി സന്ദീപാനന്ദഗിരി, ശ്രീ KJ ജേക്കബ്. ഡോക്ടർ, ഇന്നത്തെ കണക്കുകൾ വെച്ച് ആദ്യം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നേരിയ കുറവ് പ്രതിദിന കണക്കിലെന്ന് പറയുമ്പോൾ തന്നെയും തുടക്കത്തിൽ സൂചിപ്പിച്ചതല്ലാണ്ട് 72 പഞ്ചായത്തിൽ TPR റേറ്റ് 50% മുകളിലാണ് എന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതേസമയം ഓക്സിജന്റെ കാര്യത്തിലൊക്കെ നമ്മൾ സ്വയം പര്യാപ്തമായി തന്നെ മുന്നോട്ട് പോകുന്നു, ഉൽപ്പാദനം പരമാവധിയാക്കാൻ ശ്രമിക്കുന്നു. ഇനിയുള്ള സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നൽകാൻ പോലും ആവില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെയുണ്ട്. പക്ഷേ അപ്പോഴും ചില പ്രദേശങ്ങളിലെങ്കിലും അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലെങ്കിലും ഓക്സിജന്റെ ക്ഷാമം കാണുന്നുണ്ട്. അതതിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണെങ്കിൽ കൂടിയും. അപ്പോൾ പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ ഒരു ഇന്നത്തെ കണക്കുകൾ കൂടി വെച്ചുകൊണ്ട് ഡോക്ടർ എങ്ങനെ അസസ് ചെയ്യും? ഒന്ന്, ഇതിൻ്റെ പ്രഡിക്ഷൻസുമായിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതൊരു സൂത്ര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ IIT കാൺപൂർ ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങൾ പ്രഡിക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പ്രഡിക്ഷൻസുമായിട്ട് ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ചത്തേതും അതിന് മുമ്പത്തെ ആഴ്ചത്തും ഇപ്പോൾ ഇന്നത്തെ കണക്കുകളും കൂടുതൽ പരിശോധിക്കുമ്പോൾ ഒന്ന്, ഇന്നത്തെ കണക്ക് ഈ കുറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഇന്നലത്തെ ടെസ്റ്റുകളുടെ എണ്ണത്തിലുള്ള കുറവായിരിക്കാം, അത് റിഫ്ലക്റ്റ് ചെയ്യാം. പക്ഷേ 27% എന്ന് പറയുന്ന TPR റേറ്റ് ഇന്നലത്തെക്കാട്ടിയും കുറച്ചുകൂടെ ഭേദമാണ് എന്നുള്ളതാണ്. പക്ഷെ അത് പൂർണ്ണമായും നമ്മുടെ ഒരു ഡിക്ലൈനിൻ്റെ മിക്ക ജില്ലകളും ഒരു ഡിക്ലൈനിൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സദേൺ ജില്ലകൾ, ഈ പറഞ്ഞ തെക്ക് ഭാഗത്തുള്ള തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ ഡിക്ലൈൻ കാണിക്കുന്നുണ്ട്. കോട്ടയം അടക്കം ഡിക്ലൈൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ക്രിട്ടിക്കലായി നിൽക്കുന്ന 2-3 ജില്ലകൾ, ഒന്ന് എറണാകുളം, അത് തുടക്കത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുന്നിൽ പോയ ഒരു ജില്ലയാണ് എറണാകുളം. അതുപോലെ കോഴിക്കോട് ഈ റിക്കവറി റേറ്റ് കൂടുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞ കണ്ണൂർ, മലപ്പുറം, ഈ 4 ജില്ലകളിലെ സ്ഥിതി വാസ്തവത്തിൽ ക്രിട്ടിക്കലാണ് എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ എത്ര കണ്ട് ഇതിനുമായിട്ട് ഈ പറഞ്ഞ അവിടെ വരുന്ന രോഗികളുമായിട്ട് കോപ്പപ്പ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് കാസർഗോഡുള്ള ചില ആശുപത്രികളിൽ ഈ പറയുന്ന ഓക്സിജൻ്റെ ക്ഷാമം. പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്, പക്ഷേ അവിടുത്തെ ഓക്സിജൻ്റെ ഒരു ഡിപ്പെൻഡൻസി മാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആണ്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ ഈ ടാങ്കറുകൾ എത്തിക്കുന്നത്. പക്ഷേ ടാങ്കറുകളുടെ പ്രശ്നം തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഓക്സിജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ തന്നെ ഓക്സിജൻ, ലിക്വിഡ് ഓക്സിജൻ ടാങ്കുകളും അതുമായി ബന്ധപ്പെട്ട പൈപ്പ് ലൈനുകളും അത് ആശുപത്രിയിലെ കിടക്കകളിൽ എത്തുന്ന സംവിധാനങ്ങളെല്ലാം മിക്കവാറും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓക്സിജൻ ടാങ്കിലേക്ക് ഈ പറയുന്ന ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും ഈ പറയുന്ന ഓക്സിജൻ എത്താനായിട്ട് ലിക്വിഡ് ഓക്സിജൻ എത്താനായിട്ട് ഈ പറയുന്ന ഒരു സമയം എടുക്കേണ്ടതുണ്ട്. ആ സമയം ഒരു ക്രിട്ടിക്കലായിട്ട്, അതായത് അത് എത്തുന്നതിന് മുമ്പ് തന്നെ ഓക്സിജൻ തീർന്നു പോകുന്നൊരവസ്ഥയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പല സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്സിജൻ ടാങ്കറുകളിൽ നമുക്ക് ഇനിയും വേറെ ഈ പറഞ്ഞ LNG ടാങ്കറുകൾ കൺവേർട്ട് ചെയ്ത് ഒരു പ്രക്രിയയുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ടാങ്കറുകളെല്ലാം ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതാത് സംസ്ഥാനങ്ങൾ അതെല്ലാം സീസ് ചെയ്ത് വെച്ചേക്കുകയാണ്. തമിഴ്നാടിൻ്റെ ഭാഗത്ത് കൂടുതൽ ടാങ്കറുകൾ ഉണ്ടെങ്കിലും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ന് കരുതി അവർ സീസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്നൊരു ട്രെൻഡ് ഈ ആഴ്ചയാണ് വാസ്തവത്തിൽ ഡിക്ലൈൻ തുടങ്ങേണ്ടത്. അതിൻ്റെ ഒരു ട്രെൻഡാണെന്ന് 2 ദിവസം കഴിയുമ്പോൾ വാസ്തവത്തിൽ അറിയാൻ പറ്റുകയുള്ളൂ. ഈ പറയുന്ന നമ്മൾ ഡിക്ലൈനിങ് ഫേസിലേക്ക് പീക്കിലെത്തി. കഴിഞ്ഞ ആഴ്ച പീക്കായിരുന്നു. ആ പീക്ക് കഴിഞ്ഞിട്ടുള്ള ഡിക്ലൈൻ ഈ ആഴ്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സെപ്റ്റ് ഈ പറയുന്ന എറണാകുളം, കണ്ണൂർ ജില്ലകൾ മാത്രമാണ് ഒരു എക്സെപ്ഷനിലായി നിൽക്കുന്നത്. ബാക്കി എല്ലായിടത്തും റിക്കവറി റേറ്റ് കൂടുന്നുണ്ട്. അതായത് ആശുപത്രികളിൽ നിന്നും രോഗം ഭേദമായിട്ട് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബെഡുകളുടെ എണ്ണം കൂടുതൽ കിട്ടും. അതായത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് പോകുമ്പോഴാണല്ലോ ബെഡുകൾ ഒഴിവാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിക്കവറി റേറ്റ് കൂടുമ്പോൾ ഏകദേശം നമുക്ക് ഈ പറയുന്ന ഒരു 7% അല്ലെങ്കിൽ 10% എത്തുമ്പോഴാണ് വാസ്തവത്തിൽ അതൊരു ഡിക്ലൈനിങ് ഫേസ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുക. പക്ഷേ ഇപ്പോഴേ ഏകദേശം കഴിഞ്ഞ ഒരാഴ്ച ഇന്ന് മാത്രമാണ് കുറച്ചുകൂടെ കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച വരെയും 7% നമ്മൾ റിക്കവറി റേറ്റ് ഉണ്ടായിരുന്നത്. ഈ ആഴ്ച ഈ പറയുന്ന ഇന്ന് വാസ്തവത്തിൽ കുറച്ചുകൂടെ റിക്കവറി റേറ്റ് കൂടിയിട്ടുണ്ട്. അത് ആശാവഹമാണ്. ഈ ആഴ്ച ഈ ഒരു ട്രെൻഡ്, ഇന്ന് തുടങ്ങിയ ഒരു ട്രെൻഡ് അടുത്ത ദിവസങ്ങളിലേക്ക് നീണ്ടു കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹൈപ്പ്, ഈ പറയുന്ന ഓവർഷോട്ട്, ഈ പ്രഡിക്ഷൻസിന് മുകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഈ പറയുന്ന എറണാകുളത്തും കണ്ണൂരും ഒക്കെ കാണുന്നുണ്ട്. അത് തിരിച്ച് വരുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് എന്നാൽ ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ. ബ്രിമ്മിലാണ് നിൽക്കുന്നത്. ഇനിയും ICU ബെഡുകളെല്ലാം തീർച്ചയായിട്ടും ഈ പറയുന്ന എറണാകുളത്തും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ആവശ്യമുണ്ട്. തിരുവനന്തപുരത്തും ഒരു പരിധി വരെ വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ICU ബെഡുകൾ നമ്മൾ കൂടുതൽ സജ്ജീകരിക്കേണ്ടതുണ്ട് എന്ന് പറയാം. ഈ ആഴ്ച കൂടി നമ്മൾ ഈ ആഴ്ചയാണല്ലോ അവസാനത്തെ വരെയാണല്ലോ ഈ ലോക്ക്ഡൗൺ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ലോക്ക്ഡൗൺ തീർച്ചയായിട്ടും ഒരു ഗുണം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അടുത്ത ആഴ്ച റേറ്റ് വീണ്ടും കുറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ബെഡുകൾ കിട്ടും. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നതെന്നാണ് പറയേണ്ടി വരുന്നത്. ശരി ഡോക്ടർ, ഞാൻ മടങ്ങി വരാം. ഏതായാലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കാണുന്ന ട്രെൻഡ് അത് തുടർന്ന് അങ്ങോട്ട് പോയാൽ കേരളത്തെ സംബന്ധിച്ച് അത് വളരെ ആശാവഹമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞു വെച്ചത്. ഡിസ്ചാർജ് ചെയ്യുന്നവരുടെ, രോഗം ഭേദമായി മാറുന്നവരുടെ തോതും ഇന്ന് കൂടി വരുന്നുണ്ട്. അത് തുടർന്ന് അങ്ങോട്ട് പോവുകയും രോഗികളുടെ നിരക്ക് കുറയുകയും ചെയ്താൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് വളരെ ഫലപ്രദമായി തന്നെ രോഗം പിടിപെടുന്നവരെ, രോഗികളെ നന്നായി ചികിത്സിക്കാനാകും എന്നൊരു സാഹചര്യം ഉണ്ടാകും. അതായത് രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭിന്നമായി ഇപ്പോഴുള്ളതുപോലെ തന്നെ നമ്മൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഈ കണക്കുകൾ അത് നാളെയും തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകുമോ? അതാണ് ഡോക്ടർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. സ്വാമി സന്ദീപാനന്ദഗിരി, ഈ ICUവിനെ കുറിച്ച് ഡോക്ടർ പറയുമ്പോൾ രാജ്യത്തെ സ്ഥിതി മറ്റൊന്നാണ്. ഇപ്പോൾ സാധാരണ ഒരു രോഗി ICUവിലാണ് എന്ന് പറയുമ്പോൾ ബന്ധുക്കളൊക്കെ വല്ലാതെ, അറിയുന്നവരും വല്ലാതെ ആശങ്കപ്പെടും. രോഗി ICUവിലായോ എന്ന് ചോദിക്കുന്നൊരു വല്ലാത്തൊരു ആശങ്കപ്പെടുന്നതാണ്. ആ പറഞ്ഞതിൻ്റെ സെൻസ് സ്വാമിക്കും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാകും. പക്ഷേ കോവിഡ് കാലത്ത് രാജ്യത്ത് രോഗി ICUവിലാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. കാരണം ICUവിലാണെങ്കിലെങ്കിലും ഒരു ചികിത്സ കിട്ടുന്നൊരു സംവിധാനം ആ രോഗിക്കുണ്ട് എന്ന് പറയുന്ന ICU ആശ്വാസമായി മാറുന്ന ഒരു കാലം രാജ്യത്ത് നിൽക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഏകോപനത്തിൻ്റെ ദൈനംദിന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളിലെത്തുന്നതിലൂടെ ഇപ്പോൾ ഡോക്ടർ വിശദീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു പൊതു താരതമ്യവും രാജ്യവും സംസ്ഥാനവും സ്വാമി എങ്ങനെയാണ് മനസ്സിൽ കണക്ക് കൂട്ടുന്നത് കാര്യങ്ങളെ? അതെ, ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ശരത്ത് ചോദിച്ചത്. ഈ അവസാനം പറഞ്ഞ് നിർത്തിയത്. കാരണം നമുക്കിവിടെ കൃത്യമായി ഓരോ കാര്യങ്ങളും വളരെ, നമ്മുടെ കാര്യം മാത്രമല്ല, വീണ്ടും മുഖ്യമന്ത്രി തെരുവിലിരിക്കുന്ന മൃഗങ്ങളുടെ കാര്യം വരെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നു കൃത്യമായിട്ട്. ഒരു മാസ് കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മളെ മലയാളികൾ തന്നെ കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ നമ്മൾ ഫോണിൽ ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്, സ്വാമി ഞങ്ങൾക്കിവിടെ ഇങ്ങനെ കൃത്യമായ ഒരു അപ്ഡേഷൻ തരാൻ ഞങ്ങൾക്ക് ആരുമില്ല. അവിടെ നിന്നാണ് ഞങ്ങളിത് സ്വീകരിച്ചിട്ട് ഇതാണ് നമ്മൾ ഇവിടെ കൂടെ പ്രായോഗികമാക്കുന്നത്. പിന്നെ എത്ര സന്നദ്ധ സംഘടനകളും എത്ര മിഷണറീസാണ് ഇതിൽ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്നത്. ആ സർക്കാർ മിഷണറി മുഴുവനായിട്ട് ഈ ഒരു ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്ന്, അതൊരു പ്രധാനപ്പെട്ട ഒന്ന്.
പക്ഷേ ഇതിൽ നമ്മൾ കാണുന്ന ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, പരമപ്രധാനമായിട്ടുള്ളത്, നമ്മൾ ഓരോരുത്തരുമാണ് ഈ യുദ്ധത്തിലെ മുന്നണി പോരാളി എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായൊരു മെസ്സേജ് വന്നിട്ടില്ല. മറിച്ച് അദ്ദേഹം തുടങ്ങി വെച്ചത് ചില വിശ്വാസങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുകയാണ് ചെയ്ത്. അത് ദീപം കത്തിക്കാനും, ഈവൻ അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ രാമക്ഷേത്ര നിർമ്മാണം നടക്കുമ്പം ഇതിൻ്റെ ശിലയിട്ടതോടുകൂടി ലോകത്ത് നിന്ന് തന്നെ കോവിഡ് എന്നേക്കുമായി മാറുന്നു എന്ന് പറയുമ്പം അതിൽ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ, 18 ദിവസമാണ് മഹാഭാരത യുദ്ധം ജയിക്കാൻ വേണ്ടി വന്നതെങ്കിൽ 21 ദിവസം കൊണ്ട് നമ്മൾ ഈ കോവിഡിനെ തുരത്തുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ സമ്പൂർണ്ണമായി വിശ്വസിച്ച ഒരു ജനത, കൂടാതെ ഈ എന്താ പറയുക, ഗോമൂത്രത്തിലും ചാണകത്തിലും തുടങ്ങി ശാസ്ത്രത്തിൻ്റെ ആ ശാസ്ത്ര അവബോധമില്ലാത്ത ഒരു ജനതയാക്കി മാറ്റുന്നതിലാണ് പ്രധാനമന്ത്രി വാസ്തവത്തിൽ ഒരു വലിയ, അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ അതിലില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നാഷണൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതി എങ്ങനെയാണ് സമാന്തര ഭരണകൂടമായി കോവിഡ് നിയന്ത്രണത്തിൽ അതിനെ മുഴുവനായിട്ട് ഏറ്റെടുത്തത്. സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡാണല്ലോ 12 അംഗ ഒരു വലിയ ടീമിനെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അവിടെയാണ് സർക്കാരിന് ഏറ്റവും കനത്ത പ്രഹരമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞത് ഇതിൽ കോടതി ഇടപെടരുത്, ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നുന്നു നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിൻ്റെ മുന്നണി പോരാളികൾ. വിശ്വാസങ്ങളെയും മറ്റും മാറ്റി നിർത്തിയിട്ട് നമ്മളാണ് ഇതിനോട് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധ ഉപകരണം എന്ന് പറയുന്നത് നമുക്കൊരു കർച്ചീഫ് തന്നെ ഇതിന് ധാരാളമാണ്. വല്ലഭന് പുല്ലുമായുധം എന്ന് പറഞ്ഞതുപോലെ ഒരു കർച്ചീഫ് കെട്ടിയിട്ട് നമ്മൾ ഈ യുദ്ധത്തിൽ, പിന്നെ അന്നൊന്നും മാസ്ക് ഇല്ലായിരുന്നു, ഇത് പറയുന്നതിന് പകരം അന്ധവിശ്വാസങ്ങളുടെ ഒരു വലിയ എന്താ പറയുക ഒരു വലിയ മാലപ്പടക്കമാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ഒരു അന്ധവിശ്വാസത്തെയും അദ്ദേഹം ശക്തമായി എതിർത്തുകൊണ്ട് ഈ വഴിയിൽ നിങ്ങൾ പോകരുത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കോടതി ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. വാക്സിൻ നയമില്ലാത്തതിൽ നമുക്ക് തോന്നുന്നു നമ്മളിത് ഏറ്റെടുക്കണം. നമ്മൾ കോടതിയിൽ സർക്കാർ പറയുന്നത്, സ്വാമി പറഞ്ഞത് ശരിയാണ്. അതായത് സർക്കാർ വല്ലാതെ അസ്വസ്ഥരാണ്. 12 അംഗ സുപ്രീം കോടതി ജഡ്ജിമാരുടെ സംഘം നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ വാക്സിൻ നയത്തിൽ കോടതി ഇടപെടരുത് എന്ന് പറയുന്നിടത്താണ് സർക്കാർ നിൽക്കുന്നത്. അതെ, അത് ഈ പെട്രോളിന് വില നിശ്ചയിക്കാൻ സ്വതന്ത്ര അവകാശം കൊടുത്തതുപോലെയാണ് ഇപ്പോൾ വാക്സിന് വില നിശ്ചയിക്കാൻ അവകാശം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സ്റ്റേറ്റിന് ഒരു വിലയും സെൻട്രലിന് വേറൊരു വിലയും വരുന്നത്. നമുക്ക് ഇതിൽ ആളുകളോട് പറയാനുള്ളത്, ഒരു മതം പഠിച്ച ഒരാളെന്ന നിലയിൽ ഇവിടെ നമുക്ക് ഇത്തരം വിശ്വാസങ്ങളും ഇതൊന്നുമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പരമപ്രധാനമായിട്ട് ജീവൻ അങ്ങേയറ്റം വിലയുള്ളതാണ്, ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് വേദശാസ്ത്രം ഉദ്ഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ അങ്ങേയറ്റം വിലപിടിപ്പുള്ളതാണ് എന്ന അറിവിൽ നമ്മളോടാണ് ഈ യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെടേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ആവുന്നുള്ളൂ മറ്റു ആരോഗ്യ പ്രവർത്തകരൊക്കെ പോരാളികളാവുന്നത്. കാരണം നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് അവർക്കത് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് വിജയം വരിക്കുന്നത് ഇതിൽ നമ്മൾ ഓരോരുത്തരുമാണ്. തീർച്ചയായും അവിടെ സ്വാമി പറഞ്ഞ ഒരു പോയിന്റിലേക്ക് കൂടി ഞാൻ അതിനുശേഷം ശ്രീ കെ ജെ ജേക്കബിലേക്ക് വരുമ്പോൾ, സ്വാമി പറഞ്ഞു തുടങ്ങിയെടുത്ത് തന്നെയാണ് ഒടുവിലെത്തിയത്. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ മുന്നണി പോരാളികൾ. നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവനെ ആരോഗ്യ പ്രവർത്തകരെ ഏൽപ്പിച്ച് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു നിൽക്കാതെ നമ്മൾ തന്നെ മുന്നണി പോരാളികളാവുക. അവിടെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞ ജീവൻ്റെ വിലയുള്ള ലോക്ക്ഡൗൺ. കഴിഞ്ഞ തവണ അത് സമൂഹ വ്യാപനം സംഭവിക്കാതിരിക്കാനായിരുന്നുവെങ്കിൽ ഇത് എമർജൻസി ലോക്ക്ഡൗൺ ആണെന്ന് സ്വാമി ഞാനും ഒരുപോലെ ഇപ്പോൾ കേട്ട ആ ഭാഗത്ത് മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ മൂല്യം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് അങ്ങനെയാണോ? രാജ്യത്ത് മറ്റൊന്നായി തീരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം ഇന്ന് ജനം നന്നായി തിരിച്ചറിയുന്നുണ്ടോ? ഈ ലോക്ക്ഡൗൺ ജീവൻ്റെ വിലയുള്ള ലോക്ക്ഡൗൺ ആണ് എന്ന് നമ്മുടെ ജനം തിരിച്ചറിയുന്നുണ്ടോ? കേരളത്തിൽ സഹകരിക്കുന്നുണ്ടോ? സ്വാമിയുടെ ഒരു ബോധ്യം എന്താണ്? കേരളത്തിലെ ജനം പൂർണ്ണമായും ഈ ലോക്ക്ഡൗണിനോടൊപ്പം സഹകരിച്ചു പോകുന്ന ഒരു ബോധ്യമാണോ സ്വാമിക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും
നമുക്ക് അങ്ങനെയാണ്. കാരണം വലിയൊരു ശതമാനം ആളുകൾ, ചിലരൊക്കെ ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ അവരെ വളരെ നന്നായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം പോലീസിൻ്റെ രീതി തന്നെ വേറെയാണ്. കാരണം അവർ അത്രയും എഫേർട്ട് എടുത്തത് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ മീഡിയ വളരെ നന്നായിട്ട് ഇതിൻ്റെ സപ്പോർട്ടുണ്ട്. മുഖ്യമന്ത്രിയെ എല്ലാവരും ഒരു ശിരസ വഹിച്ചുകൊണ്ട്, കാരണം വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു വലിയ ഉത്തമ ബോധ്യമുണ്ട്, വലിയൊരു ആശ്വാസവുമുണ്ട് അത് കേൾക്കുന്ന സമയത്ത്. ഇന്ന് എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഏതൊക്കെ സ്കൂളുകളിലേക്ക് വന്നിട്ടുള്ളത്, എവിടെയൊക്കെ ഹോസ്പിറ്റലായി മാറി, എവിടെയൊക്കെയാണ് നേരിട്ട് ഓക്സിജൻ വരുന്നത്, എന്തൊരു നമുക്കൊരു സമാധാനം കിട്ടില്ലേ അത് കേൾക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ക്യാപ്റ്റൻ നമ്മുടെ ഇതിൽ എന്താ പറയുക, ഈ നമ്മുടെ സ്റ്റേറ്റിനെ കൊണ്ടുപോകാനുണ്ട് എന്നും ആ ക്യാപ്റ്റൻഷിപ്പിൽ നമ്മളൊക്കെ തന്നെ ഇപ്പം രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് തന്നെ എല്ലാവരും അതിന് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത് അങ്ങനെ തന്നെ കേരളത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെയാണ് രാജ്യവും അവിടേക്ക് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ശ്രീ കെ ജെ ജേക്കബ്, പക്ഷേ അവിടേക്ക് രാജ്യം ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന ആശങ്കാജനകമായ ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. അതായത് ഒരു മഹാമാരിയാണ്, അതൊരു നാഷണൽ ഡിസാസ്റ്ററായി കാണുന്നതിനു പകരം അതൊരു സംസ്ഥാന വിഷയമായി ഈ ഘട്ടം വരുമ്പോൾ, രണ്ടാം തരംഗം വരുമ്പോൾ കേന്ദ്ര സർക്കാർ കാണുന്നു. സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പോലും പ്രകാശ് ജാവ്ദേക്കർ മലയാള മനോരമയിൽ എഴുതിയൊരു ലേഖനത്തിൽ തന്നെ ഈ ഓക്സിജൻ ക്ഷാമം രാജ്യം നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്തു, പ്രതിപക്ഷ ആരോപണങ്ങൾ മാത്രമാണെല്ലാം എന്ന് മന്ത്രി വിശദീകരിക്കുമ്പോഴും ചെയ്ത കാര്യങ്ങളെ പറയാതെ ഞങ്ങൾ തെക്കുവടക്ക് സംഘങ്ങളെ അയച്ചു എന്നാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഇരിക്കുന്നത്, സുപ്രീം കോടതി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കൊണ്ടുകൂടിയാണ് എൻ്റെ ആദ്യ ചോദ്യം താങ്കളോട് ഇതുമായി ബന്ധപ്പെട്ട്. അക്കമിട്ട് നിരത്തിയാൽ പരാജയങ്ങളും വീഴ്ചകളും പ്രശ്നങ്ങളും എന്തൊക്കെയാണ്? ഇന്ന് ശരത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്? കേൾക്കാം. ജാവ്ദേക്കറിന്റെ ലേഖനം ഞാനും വായിച്ചു. ആ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് തന്നെ കേന്ദ്ര സർക്കാരിന് തന്നെയാണ് ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് അത് കറക്റ്റാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണ്. കേന്ദ്ര സംഘത്തെ പല സംസ്ഥാനങ്ങളിലേക്കും അയച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് കേരളത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒന്നാം വേവിന്റെ സമയത്ത് കേന്ദ്ര സർക്കാർ, ഞാനിത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം, ലോക്ക്ഡൌണിന്റെ സമയത്ത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളോട് കാണിച്ച മര്യാദകൾ ഒഴിച്ചാൽ എനിക്ക് തോന്നുന്നത് നിരന്തരം എഡിറ്റോറിയൽ എഴുതി ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ ഒന്നാം വേവിന്റെ സമയത്ത്. അപ്പൊ നമ്മുടെ പ്രതീക്ഷ, ഒന്നാമത് നമുക്കതിനെക്കുറിച്ച് ധാരണയില്ല, ആർക്കും തന്നെ ധാരണയില്ല. അപ്പോൾ ഒരു സർക്കാരിനെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ലിമിറ്റുകളുണ്ട്. മെഡിക്കൽ അല്ലെങ്കിൽ നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് തന്നെ അറിവുണ്ടായി വരുന്നേ ഉള്ളൂ. എല്ലാ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രയൽ ആൻഡ് എററിൽ മാത്രമേ പോകൂ എന്നുള്ളത് കൊണ്ട് ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരിനെ ഈ അതിഥി തൊഴിലാളികളെ ഇങ്ങനെ നടക്കാൻ വിട്ടു എന്നുള്ളത് ഒഴികെ വേറെ ഒരു കാര്യത്തിലും കേന്ദ്ര സർക്കാരിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കലും പറഞ്ഞു, ഞാൻ വളരെയധികം എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഒരിക്കൽ പോലും ഞാൻ ഫേസ്ബുക്കിൽ പോലും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയും. പക്ഷെ ഇപ്രാവശ്യം സംഭവിച്ചത് എന്താണ്, സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആരോഗ്യം എന്നുള്ള പരിഹാസ്യമായിട്ടുള്ള വാദമാണ്. ഇത് ആരോഗ്യത്തിന്റെ പ്രശ്നമല്ല എന്നുള്ള കാര്യമാണ് അവർ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ 2005 അടിസ്ഥാനത്തിലാണ് മുഴുവൻ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാർ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതടക്കം മുഴുവൻ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അത് വെച്ചാണ് ഇന്ത്യയിലെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിമാര് സംസ്ഥാന തലത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തലവന്മാരാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുഴുവൻ ഈ മഹാമാരി, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ എന്താണ്, ആശുപത്രിയിൽ സാധാരണ ആശുപത്രി സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ അത് സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കിടക്കുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം വാക്സിന്റെ പ്രശ്നമാണ്, മരുന്നുകളുടെ പ്രശ്നമാണ്. ഇത് മുഴുവൻ കേന്ദ്ര നിയമപ്രകാരം നടക്കുന്നതാണ്. ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ മിനിസ്ട്രിയുടെ കീഴിലാണ് മുഴുവൻ മരുന്നുകളുടെയും നിയന്ത്രണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിന് മാത്രമാണ് നാട്ടിൽ ആവശ്യമായ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ആവശ്യമായിട്ട് ലൈസൻസ് കൊടുക്കുന്നതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വം, നിയമപരമായ അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വാക്സിൻ ഇല്ല, ഓക്സിജൻ ഇല്ല, മരുന്നുകളില്ല.
കിടക്കുകളില്ല എങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ പറയും. ഉറപ്പായിട്ടും ഉണ്ട്. കിടക്കുകളില്ലെങ്കിൽ, ആശുപത്രികളില്ലെങ്കിൽ, ഡോക്ടർമാരില്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അവിടെയൊക്കെ സഹായിക്കാനുള്ള ഒരു നാഷണൽ പോളിസി ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ പറയും. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് ഞാനും വായിച്ചു, എല്ലാ പത്രങ്ങളിലും വന്നതുപോലെ ഞാനും വായിച്ചു. അതിന്റെ അകത്ത് പോലും സർക്കാർ വളരെ പരിഹാസ്യമായ വാദമാണ് ഉന്നയിക്കുന്നത്. കാരണം ഇതിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാനുള്ള വകുപ്പില്ല, കോടതിക്ക് ഇടപെടാൻ പറ്റില്ല എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷെ എനിക്കതിൽ വലിയ സംശയമുണ്ട്. കാരണം ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇലക്ഷൻ നടത്താൻ നേരത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തത്? എല്ലാവർക്കും 2 ഡോസ് വാക്സിൻ വെച്ച് കൊടുത്തിട്ടാണ് അതിനുവേണ്ടി നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പോയത് 2 ഡോസ് വാക്സിൻ എടുത്തിട്ടാണ് പോയത്. എന്തുകൊണ്ടാണ് വാക്സിൻ കൊടുക്കുന്നത്? ആ വാക്സിൻ എടുത്തെങ്കിൽ മാത്രമേ അവരുടെ ജീവന് സുരക്ഷിതത്വമുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയാവുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഈ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ 2ാം വേവിന്റെ സമയത്ത് അതിന്റെ മോർട്ടാലിറ്റി, അതിന്റെ ഫേറ്റാലിറ്റി മോർട്ടാലിറ്റി കൂടുതലാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാക്സിനേറ്റഡ് ആകണം. അതാണ് അതിന്റെ നിർബന്ധമായിട്ടുള്ള കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സാധാരണ പോലെ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അമേരിക്കക്കാർ പറയുന്നത് ജൂലൈ 4 അവർ നിയന്ത്രണങ്ങൾ നീക്കുമെന്നുള്ളതാണ്. അപ്പോഴത്തേക്കും അവർ ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തിൽ ഒരു വാക്സിൻ കൊടുത്തു കഴിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ മനുഷ്യർക്ക് സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയിൽ, ഇന്നത്തെ ലോകത്ത് ജീവിക്കാനുള്ള ഏറ്റവും മിനിമം കണ്ടീഷൻ എന്നുള്ളത് വാക്സിനേറ്റഡ് ആവുക എന്നുള്ളതാണ്. വാക്സിനേറ്റഡ് അല്ലാത്ത മനുഷ്യർക്ക് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്, അതിനെ ഹെൽത്ത് ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം എന്ന് സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വാക്സിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വാക്സിൻ മനുഷ്യർക്ക് എത്തിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്ന് മാത്രമല്ല നമ്മൾ കണക്കാക്കേണ്ടത്, ഈ ഉത്തരവാദിത്തം സർക്കാരിന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ എല്ലാ മനുഷ്യരെയും വാക്സിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം ബഡ്ജറ്റിൽ അവർ പ്രഖ്യാപിക്കുകയും നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യരുടെ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര സർക്കാരിന് അറിയാം. അതിനുള്ള പണം പാർലമെന്റിനെ കൊണ്ട് പാസ്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന്റെ അകത്തുനിന്ന് മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പോലും കോടതി ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് ഒരു വിലയും സംസ്ഥാന സർക്കാരുകൾക്ക് വേറൊരു വിലയും എന്നുള്ള മട്ടിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന രസകരമായ വാദം സംസ്ഥാനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ പണം എവിടെ? എന്തിനാണ് പാർലമെന്റ് പാസ്സാക്കിയത് ഇത്രയും പണം? അപ്പൊ അത്തരം ചോദ്യങ്ങൾ ഇതിനായി വേണ്ടി രൂപീകരിച്ച PM കെയർ മറ്റൊരു ഭാഗത്ത് PM കെയർ ജുഡീഷ്യറിക്ക് ഇടപെടാൻ പാടില്ല. കാരണം ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താൻ കോടതികൾക്ക് കൂടി ബാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പം ഈ കാര്യത്തിൽ വാക്സിൻ പോളിസിയിൽ, സാധാരണഗതിയിലുള്ള വാക്സിൻ പോളിസിയാണ് ആരാണോ ഇടപെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. എനിക്ക് അതിൽ താല്പര്യമുള്ള ഒരാളല്ല. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ പോളിസി ഉണ്ടാക്കേണ്ടത്. പക്ഷേ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ കേന്ദ്ര സർക്കാർ മാനിക്കുന്നില്ല എങ്കിൽ അവരെ അത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും അവകാശവും നമ്മുടെ ഭരണഘടനാ കോടതികൾക്കുണ്ട്, സുപ്രീം കോടതിക്ക് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വാദങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചാൽ സർക്കാർ രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും അത് ശ്രീ കെ ജെ ജേക്കബ് പറഞ്ഞതുപോലെ എല്ലാവരിലും വലിയ കൗതുകമുണർത്തിയ ഒരു നിലപാട് തന്നെയായിരുന്നു വാക്സിൻ നയത്തിൽ കോടതി ഇടപെടരുത്. പക്ഷേ ഒരു പൗരൻ്റെ ജീവിക്കാനുള്ള ഭരണഘടനാപരമായ മൗലിക അവകാശത്തിൽപ്പെട്ടതായ ആരോഗ്യകരമായി ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള പ്രശ്നം എന്ന നിലയ്ക്ക് നേരത്തെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വിലയുടെ കാര്യത്തിൽ കോടതി ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോവിഷീൽഡിൻ്റെയൊക്കെ വില 100 രൂപയെങ്കിൽ 100 രൂപ കുറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ഒരു സാഹചര്യമായി നിൽക്കുമ്പോൾ ഈ കേന്ദ്രവാദം ദുർബലമാണോ എന്നൊരു പ്രധാനപ്പെട്ട നിയമപരമായ പ്രശ്നമുണ്ട്. അതേസമയം സാമൂഹ്യ നിരീക്ഷണവും അതിൽ പ്രസക്തമാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ സന്തോഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ 1 കോടി വാക്സിനാണ് വില കൊടുത്തു വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 3.5 ലക്ഷം ഡോസ് എത്തിയ ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. രാജ്യത്തെ വാക്സിനേഷൻ ഈ പറഞ്ഞ വിധം ഏത് കാലത്ത് പൂർത്തിയാകും എന്നതിനെ സംബന്ധിച്ച് ഒരു രൂപവും ആർക്കുമില്ലാത്തപ്പോൾ നമ്മൾക്കിക്കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വ്യക്തതയോടെ അത് പൂർത്തീകരിക്കാനാകുമെന്ന ബോധ്യം കേൾക്കുന്നവർക്കും തോന്നുന്ന വിധം കാര്യങ്ങളെ ഒരു ചാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ, ഈ തീരുമാനങ്ങൾ നടപ്പായി വരുന്നുണ്ടോ? വാക്സിനേഷൻ നമ്മൾക്ക് കുറേ കൂടി വ്യത്യസ്തമായി ശരിയായ വിധത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ കരുതുന്നുണ്ടോ?
ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം നിൽക്കുന്നത് ഇപ്പോഴും വാക്സിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വാക്സിൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ വാസ്തവത്തിൽ ഈ പറഞ്ഞ ഈ ഭാരത് ബയോടെക്കും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും മാത്രമാണ് ഉണ്ടാക്കുന്നത്. അല്ല, വാസ്തവത്തിൽ ഇതൊക്കെ കൂണൂറിലെ ഈ വാക്സിൻ ഫാക്ടറിയും അല്ലെങ്കിൽ കസൗളിയിലെ ഫാക്ടറിയും ഒക്കെ റീ ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം, ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണല്ലോ, ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണല്ലോ. അതിന് ഒരു സ്റ്റെപ്പും എടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അവശേഷിക്കും. കാരണം ഈ ഒരു സ്പേസിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ജനുവരിയിലാണ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത്. ഈ പറയുന്ന ഇപ്പോൾ മെയ് ആകുമ്പോഴേക്കും പല രാജ്യങ്ങളും അത് വാക്സിനേഷൻ 50% കംപ്ലീറ്റ് ചെയ്തു. എന്ന് മാത്രമല്ല, അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഈ സെക്കൻഡ് വേവ് എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇത്രയും മനുഷ്യരും ഈ പറഞ്ഞ മരിക്കുന്നത് വാസ്തവത്തിൽ ആ ഒരു ഏർപ്പാട് വാസ്തവത്തിൽ മുമ്പത്തെ ഇതേ ഒരു ഫേസ് അവിടെ വാക്സിൻ നടത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ അമേരിക്കയിലും ഇത്രയും അധികം ജനങ്ങൾ മരിച്ചു വീഴുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വാക്സിനേഷൻ ഈ ഒരു പേസിൽ പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ സ്പീഡ് കൂട്ടിയേ പറ്റൂ. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വാക്സിൻ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വാസ്തവത്തിൽ ഈ പറയുന്ന വാക്സിനേഷൻ എത്രയും ഫാസ്റ്റ് ആക്കണമെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും, ലൈബ്രറികളിലും, സ്കൂളുകളിലും, വായനശാലകളിലും, ആശുപത്രികളിലും എല്ലാം എവിടെയും വാക്സിൻ 24 മണിക്കൂറും അവൈലബിൾ ആക്കിക്കൊണ്ട് ആർക്കും എപ്പോഴും നടന്നു ചെന്ന് പ്രത്യേകിച്ച് ഒരു രേഖയോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ ഒക്കെ പിന്നെ നടത്താവുന്നതാണ്. രേഖയും രജിസ്ട്രേഷനും ഒക്കെ പിന്നെ നടത്താവുന്നതാണ്. ആദ്യം വേണ്ടത് എന്താ? വാക്സിനേഷൻ ഒരു ഡോസ് എങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ മാക്സിമം 3 ആഴ്ച കൊണ്ടോ ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് വിഘാതമായി നിൽക്കുന്നത് വാക്സിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പരിഹരിക്കാനായിട്ട് വേറെ ഇവിടെ ഉൽപ്പാദനം കൂട്ടുവാനായിട്ട് ഇനിയും സമയമെടുക്കും. പക്ഷേ മറ്റ് വാക്സിനുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ സ്പൂട്നിക് കുറച്ച് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഈ ഇറക്കുമതി ചെയ്യുമ്പോൾ ഈ പൈസ കൊടുക്കാനായിട്ട്, അതായത് ഇതിന് വില കൂടുതലാണ്, അത് കൊണ്ടുവരരുതെന്നോ ഇല്ലെങ്കിൽ ഇവിടെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാക്സിനുകളുടെ അത് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് നഷ്ടം വരുമെന്നോ അതൊക്കെയാണോ ചിന്തിക്കേണ്ടത്? എത്ര പൈസയായിരുന്നാലും ശരി, ഏതൊക്കെ വാക്സിൻസ് കിട്ടുമോ അതെല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ട് അതാണ് മറ്റു രാജ്യങ്ങൾ ചെയ്തത്. അവരൊന്നും വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഈ വാക്സിൻ്റെ വിലയെക്കുറിച്ചോ അത് ഏത് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നെന്നോ ഇല്ലെങ്കിൽ അതിന് എത്ര പൈസ കൊടുക്കണമെന്നോ ആലോചിക്കും. എമർജൻസിയാണ്. ഈ എമർജൻസിക്കകത്ത് ആളുകളുടെ ജീവൻ വിലപ്പെട്ടതാണ്. എത്രയും പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന അടുത്ത തേർഡ് വേവ് തുടങ്ങിക്കഴിഞ്ഞു. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ജപ്പാനിൽ 4ാമത്തെ വേവ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വേവിൽ വരുന്ന വൈറസ് ഇതിനെക്കാട്ടി കൂടുതൽ തീവ്രതയുള്ളതായിരിക്കാം. തീർച്ചയായിട്ടും ഇതിനെക്കാട്ടി കൂടുതൽ ജീവൻ പൊലിയും. അങ്ങനെ ഒരു ജീവൻ പൊലിയുമ്പോൾ അതിനൊക്കെ ഉത്തരവാദി ഈ പറയുന്ന ഈ വാക്സിൻ ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകണ്ടേ? അതൊരു നേരത്തെ കെ ജി ജേക്കബ് പറഞ്ഞതുപോലെ ഞാൻ യോജിക്കുകയാണ്. ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ പുറത്തുള്ള ഒരു മൗലികമായ അവകാശത്തിന് പുറത്തുള്ള കളിയാണ് അത്. തീർച്ചയായിട്ടും നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മറ്റ് വാക്സിൻസ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ എന്ത് വില കൊടുത്തു കഴിഞ്ഞാലും ആ വില ഒരിക്കലും ആലോചിക്കരുത്. കാരണം അത് കൊണ്ടുണ്ടാകുന്ന ഗുണം സാമ്പത്തിക മേഖലയിലാകട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ജീവൻ്റെ കാര്യത്തിലാകട്ടെ, ആളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ബാക്കിയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ പോലും അതുകൊണ്ട് ആ പൈസ ഒരു നഷ്ടമല്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആ കാര്യത്തിനകത്ത് ഒരു സർക്കാർ നമുക്ക് അമാന്തിക്കേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഈ 2 കാര്യത്തിന് അപ്പുറത്തേക്ക് നിൽക്കുന്നത് ഈ വിലയുടെ കാര്യമാണ്. ഈ വില ഇങ്ങനെയൊക്കെ ഈടാക്കാനായിട്ട് എന്തൊക്കെ ഈ പറഞ്ഞ ഈടാക്കുന്നതിനെതിരെ നിൽക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ എത്ര നിയമങ്ങളാണ് ഉള്ളത്? ഈ പറയുന്ന എത്ര നിയമങ്ങളാണുള്ളത്? പേറ്റന്റ് നിയമം അവർക്ക് ഉപയോഗിക്കാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉപയോഗിക്കാം, ഈ പറയുന്ന കമ്പൽസറി ലൈസൻസിങ് ഉപയോഗിക്കാം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉപയോഗിക്കാം. അവർ കമ്പൽ ചെയ്തുകൊണ്ട് ഉപയോഗിക്കും. നമ്മളിപ്പോൾ ഈ ആശുപത്രികളിലടക്കം നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്തേക്കാതെ ഇത് എന്തുകൊണ്ട് പറ്റൂല? ഒരിക്കലും അത് ശരിയല്ല. ഈ പറയുന്ന ഈ ഒരു വില ഓരോ സംസ്ഥാനങ്ങളും വില പേശിക്കൊണ്ട് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ റിസോഴ്സ് ഉള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വാക്സിൻ കിട്ടും. അവരത് ഈ പറയുന്ന സംസ്ഥാനങ്ങൾ റിസോഴ്സ് ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കുറച്ച് വാക്സിൻ കിട്ടുകയും അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടുകയും വരികയും ചെയ്യുന്നതല്ലേ? അതെ, വല്ലാത്തൊരു ഇംബാലൻസ്. ഡിസ്ട്രിബ്യൂഷനും ഈ പ്രൊഡക്ഷന്റെ കാര്യത്തിനകത്ത്, അതെ, ഈ പ്രൊഡക്ഷന്റെ കാര്യത്തിലും
ആ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യത്തിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലും ഏറ്റവും നിർണായകമായ റോള് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണുള്ളത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇവേഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി ആലോചിക്കാൻ പറ്റുന്നത് നമ്മുടെ റിസോഴ്സ് ഒക്കെ വളരെ കുറവാണ് എങ്കിൽ പോലും ഒരു വാക്സിൻ ഉണ്ടാക്കുന്ന സംരംഭത്തെക്കുറിച്ച് കേരള ഗവൺമെന്റിനെ ആലോചിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഇപ്പോൾ ഉപയോഗപ്പെട്ടില്ലെങ്കിലും പിന്നെയെങ്കിലും ഉപയോഗപ്പെടുന്ന രീതിയിൽ വാക്സിൻ ഡോക്ടർ സന്തോഷ്, നമ്മൾക്ക് ആ നിലയിൽ പൊതുമേഖലയിലുള്ളത് KSDP ആണ്. KSDP ആലപ്പുഴയിലെ കലവൂര് ഉള്ള പ്ലാന്റ് KSDP അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുക കൂടിയാണ് എന്നതും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. ലൈസൻസിങ് പോലെയുള്ള നടപടികൾ ഒക്കെയായി അവർ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലൂടെ പോകുന്നു. പ്ലാന്റിൻ്റെ ഇൻസ്റ്റലേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. സ്വാമി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ജപ്പാനിലൊക്കെ 4ാം തരംഗത്തിലേക്ക് പോവുകയാണ്. 3ാം തരംഗം സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ കുട്ടികളെയാണ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത്. നമ്മളിപ്പോഴും വാക്സിൻ്റെ വിലയിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആളുകൾക്ക് ഏത് കാലത്ത് കൊടുത്തു തീർക്കാൻ വാക്സിനേഷൻ പൂർണ്ണമാക്കാനാകുന്ന ഒരു ഊഹവും എങ്ങുമില്ല. കഴിയുന്ന വിധത്തിൽ അതിൻ്റെതായ ഒരു കേരള മോഡൽ ഉണ്ടാക്കാൻ നമ്മളിവിടെ ശ്രമിക്കുന്നു എന്ന വ്യത്യസ്തമായൊരു സാഹചര്യം മാത്രമാണ് രാജ്യത്ത് ആശാവഹമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഡോക്ടറൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണോ? ഇപ്പോൾ UP-യിൽ യോഗി ആദിത്യനാഥിനെതിരെ ഒടുവിൽ അവരുടെ തന്നെ നേതാവായിട്ടുള്ള സഹപ്രവർത്തകനായിട്ടുള്ള കേന്ദ്രമന്ത്രി ഈ പറഞ്ഞ സന്തോഷ് ഗാംഗ്വാറിന് ഇന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് UP-യിലെ സ്ഥിതി അങ്ങേയറ്റം അപകടകരമാണ് എന്ന്. ആ കേന്ദ്രമന്ത്രിക്കെതിരെ ഇനി യോഗി കേസെടുക്കുമോ എന്നറിയില്ല. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് അവരുടെ ഇടയിൽ പോലും, ഭരണക്കാർക്കിടയിൽ പോലും രൂപപ്പെട്ടു തുടങ്ങുന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ? തീർച്ചയായിട്ടും അത് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഏതൊരു സാധാരണക്കാരനും ഈ തെരുവിൽ വളരെ ഇതായിട്ട് കൂലിവേല ചെയ്ത് കഴിയുന്ന ആളുകൾ ചായക്കടയിൽ ഇരുന്ന് പറയുന്ന ഒരു ലോജിക്ക് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, മറ്റേത് രാജ്യങ്ങളെ പോലെയല്ല നമ്മുടെ ജനസംഖ്യ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എത്ര വലിയ ജനസംഖ്യയാണ്. ആ ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വാക്സിൻ നിർമ്മാണത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ആലോചിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 100 പേര് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നമ്മൾ ഒരിടങ്ങഴി അരി തിളപ്പിക്കുന്ന ഒരു പാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 പേരെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഏത് പാത്രത്തിലാണ് ഇത് ഇടേണ്ടത് എന്നതുപോലെ ഉള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഇപ്പോൾ ഡോക്ടർ അങ്ങ് അവസാനം പറഞ്ഞു നിർത്തിയത്, ഡോക്ടർ തോമസ്, നമ്മുടെ എന്താ പറയുക, ധനമന്ത്രി തോമസ് ഐസക്ക് വളരെ അതിൻ്റെ എങ്ങനെയാണ് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ള നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് നമുക്ക് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വളരെ നന്നായിട്ട് മുൻനിർത്തിയാണ് അദ്ദേഹം. അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ എന്നാണ് ഈ വാക്സിൻ എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചാൽ ഇത് എത്രയാവും, നമ്മുടെ ജനസംഖ്യ എത്രയാണ്, ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇന്ന് ഇന്ത്യയിലെ എല്ലാവരും മനസ്സിലാക്കി. അപ്പോൾ പിന്നെ അതെന്തൊരു വാർ റൂമാണ് നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ വാർ റൂം. അതുകൊണ്ട് ഇപ്പം ബംഗാളിൽ നടക്കുന്ന കലാപങ്ങൾ ഇതിനെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്നുള്ള ഒരു നാഷണൽ ലെവലിൽ പലരും ചർച്ച ചെയ്യുന്നതും അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഈ സമയത്ത്. കാരണം ഇതിൻ്റെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രധാനമന്ത്രി കുറച്ച് സംഘത്തെ അങ്ങോട്ടേക്കാണ് വിട്ടിരിക്കുന്നത്, കൽക്കത്തയിലേക്ക്. ഇന്ത്യയിൽ മുഴുവൻ എങ്ങനെ നമുക്ക് ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അതിനുള്ള ഒരുപാട് സമയം കിട്ടിയിരുന്നു. ആ കാലയളവിലാണ് അദ്ദേഹം അയോധ്യ ജന്മഭൂമിയിൽ പോയി ഒരു സാധാരണ ജ്യോത്സ്യനെ പോലെ ഒരു ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്. നമുക്കതൊക്കെ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യേണ്ട പണി അതല്ല, മറിച്ച് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനായിരുന്നു അദ്ദേഹം ശിലാസ്ഥാപനം നടത്തിയിരുന്നെങ്കിൽ നമുക്ക് അഭിമാനിക്കാം, നമുക്ക് അനിവാര്യമായിട്ട് വേണ്ട ഒന്നായിരുന്നു. ഇന്നിപ്പോൾ നോക്കൂ, കോഴിക്കോട് കലക്ടർ എന്ത് ഫാസ്റ്റായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂറ്റൻ ഭീമാകാരനായിട്ടുള്ള ഓക്സിജൻ ടാങ്കിനെ അവിടെ എത്തിക്കുന്നു, അതിന് ഇൻസ്റ്റലേഷൻ കഴിയുന്നു. ഇപ്പോൾ ഇന്ന് നാളെയായിട്ട് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ സമാനമായിട്ടുള്ളത് ഉണ്ടാവുന്നു. അടിയന്തര ഘട്ടം ഇതിൻ്റെയൊക്കെ എത്രയോ നല്ല സുവർണമായ അവസരം അത് വെറുതെ കളഞ്ഞു കുളിച്ചു എന്നാണ് ഇന്ന് എല്ലാവരും പറയുന്നത്. 21 ദിവസം കൊണ്ട് നമ്മൾ ഈ 18 ദിവസം മഹാഭാരത യുദ്ധവും 21 ദിവസവും അദ്ദേഹം പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പുലബന്ധവും ഇല്ല എന്നുള്ളത്
നമ്മൾ വെറുതെ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതൊരു നിജസ്ഥിതിയാണ് എന്ന് ഏത് ഇന്ത്യയിലെ സാധാരണക്കാരനും ഇന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കോടതിക്ക് അത് നല്ല ബോധ്യമായതുകൊണ്ടാണ്, കോടതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യം വഷളാവും എന്നുള്ളത് കൊണ്ടാണ് കോടതി അതിൽ ഇടപെടുന്നത്. ഈ കാര്യം എന്താ പറയുക, ഒന്ന് സാമാന്യമായി വിലയിരുത്താൻ നമുക്ക് തോന്നുന്നില്ല. കോഴിക്കോടൻ ഭാഷയെ പറഞ്ഞാൽ പെരുത്ത് ബുദ്ധിയുടെ ആവശ്യമുണ്ട് എന്ന്. സാമാന്യമായ ബുദ്ധിമതി അത്രയേ ഉള്ളൂ. കോമൺ സെൻസ് നമ്മൾ സാധാരണ പറയും. ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി സമ്പൂർണ്ണ പരാജയമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ വേദനയുള്ളതാണ്. മാത്രമല്ല, പുറം രാജ്യങ്ങൾ നമ്മളെ വിമർശിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. വെറുതെ ഈ സമയം ഇത് വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളുടെ ഭാര്യ ഗർഭിണിയായി പൂർണ്ണ ഗർഭിണിയായിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. ആ സമയത്ത് അവർക്ക് പ്രസവവേദന കിട്ടുമ്പം പല ആളുകളുടെ അടുത്തൊന്നും ടാക്സിക്ക് കൂലി കടം ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഒരു സഹായം ചോദിക്കുന്ന, ഒരു കരുതലില്ലാത്തൊരു ഭർത്താവിൻ്റെ ഒരു ദുരവസ്ഥ. ആ ഒരു ദുരവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ന് എന്ന് പറയാം. ഇവിടെ ശ്രീ കെ ജെ ജേക്കബ്, സ്വാമി സന്ദീപാനന്ദഗിരി വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ ഭരണകൂടം എങ്ങനെ പരാജയപ്പെടുന്നു, സത്യത്തിൽ ഈ വരാൻ പോകുന്ന അപകടങ്ങളെ മനസ്സിലാക്കാൻ ഒരു പെരുത്ത ബുദ്ധിയൊന്നും വേണ്ട എന്ന് ആർക്കും മനസ്സിലാകുന്നൊരു കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ, എവിടെയാണ് വളരെ ക്രൂഷ്യലായി വളരെ നിർണായകമായ ദിനങ്ങൾ നമ്മുടെ സർക്കാർ നഷ്ടപ്പെടുത്തിയത്, പാഴാക്കി കളഞ്ഞത് എന്നത് പ്രധാനമാണ്. ഏപ്രിൽ മാസത്തെ കാര്യമാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അങ്ങനെ രാജ്യം നിൽക്കുമ്പോൾ ഒരു ഫോർവേഡ് പ്ലാനിൽ കേരളം കുറേ കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ സ്വകാര്യ ആശുപത്രികളുടെ ഏകീകരിക്കപ്പെട്ടല്ലോ, ചികിത്സാ നിരക്കുകൾ ഏകീകരിച്ചു. കഞ്ഞിക്ക് 1600 രൂപയും ഓക്സിജൻ സിലിണ്ടറിന് 60,000 രൂപയൊക്കെ വാങ്ങുന്ന ഒറ്റപ്പെട്ട ചില കേസുകളൊക്കെ വന്നപ്പോൾ കോടതി അതിലിടപെട്ടു. സർക്കാരിൻ്റെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് കോടതിയുടെ കൂടി അംഗീകാരം വരുന്ന സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുപോലെ നമ്മൾ ഇത്രയൊക്കെ ഓക്സിജൻ്റെ കാര്യം പറയുമ്പോഴും അവിടെയും ഇവിടെയും ഉണ്ടാകുന്ന ഓക്സിജൻ ക്ഷാമത്തിൻ്റെ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന ഒരൊറ്റ കാര്യത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളങ്ങനെ ഫോർവേഡ് പ്ലാനിൽ നമ്മൾ മാത്രം പോയിട്ടും കാര്യമില്ലല്ലോ, രാജ്യം ഇങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ പിഴവുകൾ മറ്റ് തലങ്ങളിൽ സംഭവിച്ചത് എവിടേക്കാണ്? സ്വാമി സന്ദീപാനന്ദഗിരി ചൂണ്ടിക്കാട്ടിയതുപോലെ. എക്സാക്ട്ലി, അതാണ് സ്വാമി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാം. അതായത് ഓക്സ്ഫാമിന്റെ റിപ്പോർട്ടുണ്ട്, സെപ്റ്റംബറിലാണ് ആ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ അടുത്ത ഒരു വർഷത്തേക്ക് ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പോകുന്ന മൊത്തം വാക്സിന്റെ 51%, 13% ജനസംഖ്യയുള്ള പിന്നെ സമ്പന്ന രാജ്യങ്ങൾ, അതായത് അമേരിക്ക, ബ്രിട്ടൻ, ബാക്കി EU, ജപ്പാൻ, ഇത്തരം 13% രാജ്യങ്ങൾ, 13% ജനങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങൾ 51% വാക്സിൻ ഓൾറെഡി കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന നമ്മൾക്ക് ഇപ്പം വാക്സിൻ സംഘടിപ്പിക്കാൻ വേണ്ടി ലോക രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും അവരുടെ വാക്സിൻ ഫാക്ടറികൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനുവരി 16-ാം തീയതി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സ്വാമി ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എത്ര പേരെ നമ്മൾ വാക്സിനേറ്റ് ചെയ്യണം? അതിനുള്ള വാക്സിൻ എവിടെ നിന്ന് വരും? ആരുണ്ടാക്കും? ഒരു മാസം എത്ര പേരെ വെച്ച് നമുക്ക് വാക്സിനേറ്റ് ചെയ്യാൻ പറ്റും? കേന്ദ്ര സർക്കാരിന് ഒരു കണക്കും ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ പരമാവധി വാക്സിൻ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഈ 2 കമ്പനികളും ചേർന്നിട്ടാണെങ്കിൽ 9 കോടി ഡോസോ മറ്റാണ് ഒരു മാസം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് ഏകദേശം 100 കോടി മനുഷ്യരെ വാക്സിനേറ്റ് ചെയ്യാനുള്ള ആവശ്യം, ഏകദേശം 200 കോടി പിന്നെ ഡോസിന്റെ ആവശ്യം നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 2 വർഷം നിർത്താതെ വാക്സിൻ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ എല്ലാ മനുഷ്യരെയും നമുക്ക് പിന്നെ വാക്സിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തത്? എന്ത് പ്ലാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് ചോദിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഡൽഹിക്ക് ഓക്സിജൻ കൊടുക്കുന്ന പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം അത് ടാങ്കർ ഉണ്ടോന്ന് അറിയത്തില്ല, ടാങ്കർ സമയത്ത് എത്തുമെന്ന് അറിയത്തില്ല. കോടതി അൺആക്സെപ്റ്റബിൾ, ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ എന്ന് കോടതി കൈപിടിച്ച് തിരിക്കേണ്ടി വന്നു. അത് മാത്രമേ എനിക്ക് വേറൊരു കാര്യം കൂടി ഉള്ളത്, പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം രാജ്യത്തോടെ ചെയ്ത പ്രക്ഷേപണത്തിൽ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാഷണൽ കപ്പാസിറ്റി വാക്സിനേഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നമ്മൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ ആശങ്കയോടുകൂടി കാണണം. കാരണം
3 പൊതുമേഖലാ വാക്സിൻ കമ്പനികൾ വലുതായിട്ട് നമുക്ക് വാക്സിൻ, അതായത് കസൗളിയിൽ, ഹിമാചൽ പ്രദേശിലെ കസൗളിയിലുണ്ട്, കൂനൂരിലുണ്ട് ഒരെണ്ണം, മദ്രാസിലെ ചെങ്കൽപ്പേട്ടിലുണ്ട്. 3 വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ. അതിൽ ആദ്യത്തെ 2 ചില എനിക്കൊന്ന് അവര് ചില സാങ്കേതികമായിട്ടുള്ള നിയമപരമായ ചില അനുമതികളുടെ പ്രശ്നം കൊണ്ടാണ് അതിപ്പോ പൂട്ടിക്കിടക്കുന്നത്. ചെങ്കൽപ്പേട്ടിലെ ചില മൈനർ റെനോവേഷൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പ് ആൻഡ് റണ്ണിംഗ് ആണ്. ഇതൊന്നും ഇവിടെ ഒന്നും വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നില്ല. നമ്മൾ വാക്സിൻ പ്രൊഡക്ഷൻ കൂട്ടാതെ നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിന്റെ കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇപ്പൊ കാണുന്ന അവസ്ഥ, 3ാം വേവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പടപെടാവുന്ന ആൾക്കാർ മരിക്കുന്ന അവസ്ഥ വരും. അതിന് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമവും സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇപ്പോൾ പോലും പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞിട്ട് പോലും നമ്മുടെ നാഷണൽ കപ്പാസിറ്റി പെടുന്നതാണ് ഈ 3. വേറെ 18 സ്ഥാപനങ്ങൾ കൂടിയുണ്ട് ഇന്ത്യയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ള പ്രൊഡക്ഷൻ മുഴുവൻ നിർത്തിവെച്ചിട്ടാണെങ്കിലും ഈ കോവിഡിന്റെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കണം. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു ആലോചനയും കാണുന്നില്ല. ഇതിനു മുമ്പേ ലോകത്തിലെ രാജ്യങ്ങൾ ഇപ്പൊ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ലോകത്തിലെ നമ്മൾ ഇവിടെ നിന്നും വാങ്ങിയ, അതായത് നമ്മുടെ പൂനെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിയ വാക്സിൻ വരെ അമേരിക്കയുടെ കയ്യിലുണ്ട്. അതിൽ ആസ്ട്രസെനക്കയുടെ കുറച്ച് വാക്സിനാണ് അവരിപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ലോകത്തിന്റെ വാക്സിൻ തലസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാജ്യത്തിലേക്കാണ് ഇപ്പോൾ ലോകത്ത് നിന്ന് വാക്സിൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. അബ്സല്യൂട്ട് നോ പ്ലാനിങ്, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരള സർക്കാർ ഇത് വീണ്ടും പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് എങ്ങനെയാണ് നമ്മൾ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് ചോദിച്ചപ്പോൾ അന്നുണ്ടായ ഒരു പ്രപ്പോസൽ ആയിരുന്നു സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. ഇപ്പൊ നോക്കും, നമുക്ക് 40,000 30,000 ഒക്കെ ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവരുടെ കോൺട്രാക്ട് ട്രേസിംഗ് നമ്മൾ എങ്ങനെ നടത്തുന്നത്? നമ്മൾ എക്സൽ ഷീറ്റിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ന് അത്രയും പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എങ്ങനെ ഒരു കൈവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെ 2 ലക്ഷം ആൾക്കാർക്ക് വരെ ഒരു ദിവസം കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചാണ് കേരള സർക്കാർ എന്ന് ആലോചിച്ചത്. അപ്പൊ അത്തരം ഒരു പ്ലാനിങ്, അതിന്റെ ബേസിക് ആയിട്ട് ഒരു പ്ലാനിങ് പോലും കേന്ദ്ര സർക്കാരിന് ഇല്ല എന്നുള്ളത് അങ്ങേയറ്റത്തെ ഖേദകരമാണ്. ഇതിൽ ഭരണഘടന എടുത്തു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിപ്പം ഇന്നലത്തെ കേന്ദ്ര ലേബർ മന്ത്രി പറഞ്ഞില്ലേ, ആൾക്കാർ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല, ഇങ്ങോട്ട് തട്ടിക്കളിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ജില്ലാ ആശുപത്രിയുടെ റെഫറൻസ് കൊണ്ടുവരുമെന്ന് പറയുന്നു. എന്ത് ഖേദകരമായ അവസ്ഥയാണ്. പാർലമെന്റ് പണം പാസ്സാക്കിയിട്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്ന് ആലോചിക്കണം. 3 ഇരട്ടിയാണ്. അതായത് 93,000 കോടി രൂപയിൽ നിന്നും 2,23,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ്. അതിൽ 60,000 കോടി 6 വർഷത്തേക്ക് പറ്റാണ്. എങ്കിൽ കൂടി ബാക്കിയുള്ള പണം അതായത് 90,000 കോടി എന്നുള്ളത് 2,23,000 കോടി രൂപയാക്കി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ പണം എവിടെ പോകുന്നു? ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. മനുഷ്യരെ മരിച്ചു വീഴുന്നു. നമ്മളിപ്പോ കണ്ടില്ല, ഉത്തരേന്ത്യയിലൊക്കെ മരത്തിന്റെ കീഴെ ബെഡിട്ട് അതിന്റെ പുറത്ത് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മരുന്നുകളില്ല, ഓക്സിജൻ ഇല്ല. ഇതിന്റെ ഒക്കെ ലോകത്തിന്റെ ഫാർമ ക്യാപിറ്റൽ ഇത് മുഴുവൻ നമ്മുടെ നാട്ടിലെ BJP-കാർ പറഞ്ഞു നടക്കുന്നത് 2014 ശേഷം ഇന്ത്യ മാറി എന്നുള്ളതാണ്. ഇന്ത്യ ഈ കഴിഞ്ഞ 70 വർഷത്തിലുണ്ടാക്കിയ മുഴുവൻ സൽപ്പേരും ഈ സർക്കാർ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ, ഇതിനു മുമ്പുണ്ടാക്കിയ സർക്കാരുകൾ ഉണ്ടാക്കിയ എല്ലാം ഈ സർക്കാർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ പേര് പോലും, ലോകത്തിന്റെ ഫാർമ ക്യാപിറ്റൽ എന്നുള്ള പേര് പോലും നമ്മുടെ നാടിന് ഒരാവശ്യം വന്നപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ. ലോകത്തിന്റെ ഫാർമ കമ്പനി എങ്ങനെയാണ് ഉണ്ടായത്? നമ്മുടെ ഇക്കണോമി തുറന്നു കൊടുത്തപ്പം ലോകത്തിലെ ജനറിക് പ്രോഡക്റ്റുകൾ മുഴുവൻ ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉണ്ടായി. അങ്ങനെയാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ജനറിക് മരുന്നുകളുടെ വലിയൊരു ഭാഗം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ മരുന്നുകൾ നമുക്ക് മരുന്ന് കിട്ടാൻ വേണ്ടി ലോകത്തുനിന്ന് പലയിടത്തും ഇറക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ശാൽ, നമ്മളിപ്പോ കേരളത്തിൽ നമ്മളിത് പ്ലാൻ ചെയ്തുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ലോകത്തെ സ്ഥലങ്ങളിൽ അമേരിക്കാരൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഈ ഓക്സിജനും വാക്സിനും കയറ്റിവിടുന്നത്? ലോജിക്ക് എന്താണ്? എല്ലാവരും സുരക്ഷിതരാകുന്നവർ ആരും സുരക്ഷിതരല്ല എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക്. അത് ഞാൻ പറയുന്നതല്ല, പാൻഡമിക്കിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതുകൊണ്ട് കേരളം മാത്രമായി ഒരു തുരുത്തായി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വലിയ തോതിൽ ബഹുജന അഭിപ്രായം ഉണ്ടാക്കണം. കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഇടപെടണം. നമ്മൾ ഇടപെടുന്നില്ല എങ്കിൽ നമ്മൾ കോടതികൾക്കൊപ്പം നിൽക്കേണ്ടി വരും. അങ്ങേയറ്റം ഖേദകരമായ ഒരു പ്രസ്താവനയാണ്. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുത്ത ആളാണ്. അദ്ദേഹം തന്നെയാണ് അതിനാവശ്യമായ പോളിസികൾ ഉണ്ടാക്കേണ്ടത്. അദ്ദേഹം തന്നെയാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, കോടതികളല്ല. കോടതികൾ ആരോട് ഉത്തരവാദിത്വമില്ല. നമ്മൾ തിരഞ്ഞെടുത്ത MP-മാരോട് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാനുള്ള. അദ്ദേഹം തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ വലിയ തോതിൽ നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും
വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുകയും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടപടികൾ എടുക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മൾ ഈ 3ാം വേവിലും 4ാം വേവും കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എത്ര പേർ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് സർ നമ്മൾ പലപ്പോഴും സംസാരിച്ചപ്പോഴും കേരളത്തിൻ്റെ ഫോർവേഡ് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെയും അതുകൊണ്ട് മാത്രം കാര്യമില്ല, രാജ്യം പിന്നിൽ നിൽക്കുകയും നമ്മൾ അല്പം മുന്നിലാണ് എന്ന് കരുതുന്നത് കൊണ്ടൊന്നും ഒരു മഹാമാരിയുടെ കാര്യത്തിൽ ഒട്ടും ആശാസ്യമായ കാര്യമല്ല. രാജ്യവും അതുപോലെ തന്നെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. ഡോക്ടർ സന്തോഷ്, താങ്കളോട് അവസാനമായ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ എബോള പോലെയൊക്കെയുള്ള മഹാമാരികളുടെ കാലത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ റെഡ് ക്രോസിന് വേണ്ടി ദുരന്തമുഖത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ് താങ്കൾ. നിർഭാഗ്യവശാൽ ഇന്നും രാജ്യത്ത് ഇതൊരു സംസ്ഥാന വിഷയവും ആരോഗ്യ പ്രശ്നവുമായി നിൽക്കുന്നു. ഒരു ദേശീയ ദുരന്തമായി കണ്ടുള്ള ഏകോപിച്ചുള്ള നടപടികൾ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വാക്സിൻ്റെ കാര്യത്തിൽ നമ്മളത് സംസാരിച്ചു, അതൊന്നും ഉണ്ടാകുന്നില്ല എന്ന ഗൗരവമുള്ള പ്രശ്നം നിൽക്കുകയാണ്. അത്തരമൊരു അന്താരാഷ്ട്ര പരിചയം വെച്ചുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, താങ്കൾ തന്നെ പറഞ്ഞു 3ാം തരംഗം കഴിഞ്ഞ് 4ാം തരംഗത്തിൽ ലോകം പോകുമ്പോൾ 3ാം തരംഗം അപകടകരമാണ്, കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുക എന്ന് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞ ആശങ്കാജനകമായ മുന്നറിയിപ്പ് നിൽക്കുന്നു. ശാസ്ത്രീയമായി അതിനെ നേരിടാൻ തയ്യാറെടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ വലിയ കുറവുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെയും അർത്ഥം. ഞാൻ വീണ്ടും മടങ്ങി വരുന്ന താങ്കളോട് കേരളത്തെക്കുറിച്ച് മാത്രം ഒരു ചോദ്യത്തിലേക്കാണ്, അല്പം ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രം, അതൊരു വലിയ ആശ്വാസവുമല്ല. കേരളം ഇപ്പോഴെടുക്കുന്ന ഈ തീരുമാനങ്ങൾ, അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ, പ്രതിരോധം, ഒരു അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരം അത്തരം അനുഭവ പരിചയമുള്ളൊരു ഡോക്ടർ എന്ന നിലയിൽ താങ്കളെ സംബന്ധിച്ച് ആശ്വാസകരമായി തോന്നുന്നുണ്ടോ? ശരിയായ ട്രാക്കിലാണോ നമ്മളെങ്കിലും പോകുന്നത്? തീർച്ചയായും കേരളത്തിനകത്ത് നമ്മൾ നടത്തുന്ന ഈ വലിയ കൺസൾട്ടേഷനാണ്. അതായത് ഈ ശാസ്ത്രലോകമായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള ശാസ്ത്രലോകവുമായിട്ട് ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രലോകവുമായിട്ടുള്ള വലിയ തോതിലുള്ള സംവാദം നമ്മൾ നടത്തുന്നുണ്ട്. വാസ്തവത്തിൽ ആ സംവാദത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന നമ്മൾ ഇന്ന് നടത്തുന്ന ഇപ്പോൾ ഈ നടത്തുന്ന ചർച്ചയടക്കം ഈ എല്ലാ മീഡിയയിലും നടക്കുന്ന ചർച്ച, അല്ലാതെ ഈ പറഞ്ഞ ഓരോരുത്തരും അല്ലാതെ തന്നെ നടത്തുന്ന ചർച്ചകൾ, ഇതെല്ലാം ഈ ചർച്ചകൾ ക്രോഡീകരണം വാസ്തവത്തിൽ നമ്മുടെ ഈ പറഞ്ഞ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ നമുക്കിത് മുന്നോട്ട് പോകുന്നത്. അത് ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. രണ്ടാമത് നമ്മൾ ചരിത്രപരമായിട്ട് ഇത്രയും വർഷം ബിൽഡ് ചെയ്ത സിസ്റ്റംസ് ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ ഹെൽത്ത് സിസ്റ്റം എടുക്കാം, നമ്മളെ പോലീസ് സിസ്റ്റം എടുക്കാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സിസ്റ്റം എടുക്കാം, അംഗൻവാടി സിസ്റ്റം എടുക്കാം, ആശാ വർക്കറുടെ സിസ്റ്റങ്ങൾ എടുക്കാം. അങ്ങനെ നിരവധി നമ്മൾ ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രധാനം വിട്ടുപോയതാണ് ഈ പറഞ്ഞ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ചെറുപ്പക്കാരുള്ള യുവജന സംഘടനകളുടെ കോൺട്രിബ്യൂഷൻസ്. ഇങ്ങനെ നിരവധി സിസ്റ്റംസ് ചരിത്രപരമായി ഉള്ളത് കൊണ്ടും നമ്മൾ ഈ പറയുന്ന ആ ചരിത്രപരതയിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ പുതിയ അറിവുകൾ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഈ രോഗത്തെ എങ്ങനെ നേരിടാമെന്നുള്ള ഒരു പുതിയ ചിന്ത ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഈ പറയുന്ന ഗവൺമെൻറ് തലത്തിലും ബാക്കി എല്ലാ തലത്തിലും അങ്ങനെ ഒരു അവബോധം ഉള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് ഇങ്ങനെ നീങ്ങാൻ പറ്റുന്നത്. ഇതിനകത്ത് നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാജ്യത്തിനും ഒരു സമൂഹത്തിനും അങ്ങനെ തെറ്റ് പറ്റാതെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം പുതിയൊരു രോഗമാണ്, പുതിയ പ്രശ്നങ്ങളാണ്, ചെറിയ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഈ പറഞ്ഞ തെറ്റുകളില്ലാതെ ഒരിക്കലും പോകാൻ കഴിയില്ല. കാരണം ഈ ശാസ്ത്ര ലോകത്തിന് തന്നെ ഈ പുതിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ആവിർഭവിക്കുമ്പോൾ നമ്മൾ ഈ ഓക്സിജന്റെ കാര്യത്തിൽ നമ്മൾ എടുക്കാമല്ലോ. ഓക്സിജൻ 2 ആഴ്ച മുമ്പ് വരെ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും രോഗികളുടെ എണ്ണം അങ്ങ് പെരുകുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഈ നമ്മുടെ കപ്പാസിറ്റിക്ക് മുകളിലായി കഴിഞ്ഞു. ഇന്ന് നമുക്ക് പറയേണ്ടി വന്നു എന്താ, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ ഇനി അടുത്ത ആഴ്ച മുതൽ പറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അത് ഈ പറഞ്ഞ നമ്മൾ തിരിച്ചറിവാണ്, തീർച്ചയായും തിരിച്ചറിവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇനിയും ഒരുപക്ഷെ 3rd വേവിനാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും ഓക്സിജൻ ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ വേണ്ടി വരും, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ടാങ്കറുകൾ വേണ്ടി വരും, ആ ടാങ്കർ കൃത്യമായിട്ട് ഓടിക്കുന്ന ട്രാക്ക് ചെയ്യുന്ന സംഭവങ്ങൾ വേണ്ടി വരും. നമ്മുടെ എല്ലാ ആശുപത്രികൾക്കകത്തും അറ്റ്ലീസ്റ്റ് ജില്ലാ ആശുപത്രികൾക്ക് എല്ലാത്തിനും തന്നെ ഈ പറയുന്ന ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റും അതിൻ്റെ പൈപ്പ് ലൈനും കൂടുതൽ ബെഡുകളും ICUകളും വേണ്ടി വരും നമുക്ക് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും പാഠം പഠിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ബ്രിമ്മിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ തോറ്റുപോകുമോ ജയിക്കുമോ എന്നുള്ള ഒരു ബ്രിമ്മിലാണ് വാസ്തവത്തിൽ നിൽക്കുന്നത്. ഇതുവരെയുള്ള നമ്മുടെ ഗെയിം പ്ലാന് വാസ്തവത്തിൽ ഈ പറഞ്ഞ നമുക്ക് ഈ പറഞ്ഞ വലിയൊരു പ്രതീക്ഷ, കാരണം മരണനിരക്ക് കൂടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനം ജീവനാണല്ലോ. ജീവൻ പൊലിയുന്നത് തടയുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇതുവരെ നമുക്ക് മുന്നിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന അടുത്ത ഒരാഴ്ചത്തെ ഒരു കാര്യം വളരെ ക്രിട്ടിക്കലാണ്. ഈ
വേവ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ തോറ്റു പോവാം. പക്ഷേ ഇതൊന്ന് താഴോട്ട് പോയാൽ വാസ്തവത്തിൽ ഈ പറഞ്ഞൊരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ജയിക്കുമോ തോക്കുമോ എന്ന് ഈ അടുത്ത ആഴ്ച പറയാൻ പറ്റുന്ന ഒരു നിലവാരത്തിലാണ് നമ്മൾ ആ ഒരു എഡ്ജിൽ ജീവന്റെ വക്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന വക്കിൽ നിൽക്കുന്ന പോലെ നമ്മൾ നിൽക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഡോക്ടർ ആദ്യം പറഞ്ഞ വാചകം. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നു മുതൽ നമ്മളുടെ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരണം, രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കൂടുതലാവേണ്ടതുണ്ട്, TPR റേറ്റ്, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറഞ്ഞു വരികയും വേണം. ആ നിലയിലൊരു സൂചന ഇന്നുണ്ട്. ഈ ഇന്നത്തെ ട്രെൻഡ് തുടരാനുമാവണം. സ്വാമി, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഇന്നൊരു സ്കീമിനെ കുറിച്ച് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്ന് വെച്ചാൽ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ആയിട്ട് കോവിഡ് രോഗബാധിതരാകുന്ന അവരുടെ മാനസികാരോഗ്യം അത് മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ഇടപെടൽ, അതുപോലെ തന്നെ ജനകീയ ഹോട്ടൽ ഇല്ലാത്ത ഇടങ്ങളിൽ സമൂഹ അടുക്കള ആരംഭിക്കും എന്ന് പറയുന്ന സാഹചര്യം. നേരത്തെ സ്വാമി തന്നെ പറഞ്ഞല്ലോ, ചവറയിൽ ONV ഒക്കെ പഠിച്ച ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 270 കിടക്കകൾ, ഗ്രൗണ്ടിൽ 800 ബെഡുകൾ ടെൻറ്റ് സ്ഥാപിച്ച്, അതുപോലെ ഗേൾസ് സ്കൂളിൽ 100 ബെഡ്, KMML അതെ ഓക്സിജൻ കിടക്കുകൾ ഉള്ള ആകെ 1970 KMML ഫാക്ടറിയോട് ചേർന്നിട്ടാണ് ഇത്രയും സംവിധാനം. കഴിഞ്ഞ തവണ നമ്മൾ കാസർഗോഡ് ആരംഭിച്ചു. അപ്പോൾ ഈ തരത്തിലേക്ക് നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന അപകടത്തെ കൂടി കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? ഭരണാധികാരികളുടെ പിടിപ്പുകേടിനാൽ നരകിക്കുന്ന ജനതയെ ഓർക്കുമ്പോൾ വല്ലാത്ത വേദന അനുഭവിക്കുന്ന ഒരു പൗരന്മാരായി നമ്മൾ മാറുകയില്ലേ ഓരോ ദിവസം കഴിയുമ്പോൾ? തീർച്ചയായിട്ടും. കാരണം ഇവിടെയാണ് ഈ പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക്കിലെ പ്രസിദ്ധമായ ഒരു വരിയുണ്ട്, ഭരണാധികാരി തത്വജ്ഞാനിയായിരിക്കണമെന്ന്. ഇന്ന് ശരത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? CM പറഞ്ഞ ഒരു കാര്യം ഓക്സിജൻ വേസ്റ്റേജിനെ കുറിച്ച് പറഞ്ഞു. ഇത് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഇതിന് അവിടെ ഒരു വേസ്റ്റേജിൻ്റെ സാധ്യതയുണ്ട്, അതിനെ അടയ്ക്കേണ്ടത് എങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ വാക്സിൻ എങ്ങനെയാണ്, അവിടെ വാക്സിൻ്റെ വേസ്റ്റേജിനെ 0 ആക്കി ഇല്ലായ്മ ചെയ്ത് മാതൃക കാണിച്ച ഒരു സ്റ്റേറ്റ് ആണല്ലോ നമ്മൾ. അതേപോലെ ഈ എവിടെയാണ് ഈ ഹോസ്പിറ്റൽ നമ്മൾ ഇത് ചെയ്യേണ്ടത്, രൂപപ്പെടുത്തേണ്ടത്, അപ്പോൾ അതിൻ്റെ ദൂരം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് ആ ഒരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയാണ്. അതാണ് നമ്മുടെ ഒരു അനുഗ്രഹം വാസ്തവത്തിൽ. മറ്റത് ശരത്ത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ചിലപ്പോൾ ചിലർക്ക് കേൾക്കുമ്പോൾ തോന്നാം, എന്തിനാണ് സ്വാമി ഇങ്ങനെ മോദിയെ നിശിതമായി വിമർശിക്കുന്നത്? അല്ലെങ്കിൽ ഇതിലൊരു സത്യമുണ്ട്, നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ ശാസ്ത്ര അവബോധം എന്ന് പറയുന്നത് മോഡേൺ സയൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് പിറകിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഗട്ടർ ഗ്യാസ് ഇതെന്ന് പറഞ്ഞിട്ട് BBC ചെയ്തിട്ടുള്ളതുണ്ട്. അദ്ദേഹം പറയുകയാണ്, പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് പറയുന്നത്, ഗട്ടറിൽ നിന്ന് ഒരു പാത്രം കമിഴ്ത്തി വെച്ച് ട്യൂബ് ഇട്ടിട്ട് ഒരു ചായക്കടക്കാരൻ ചായ ഉണ്ടാക്കുന്നു. അതുപോലെ ഗട്ടറിൽ നിന്ന് നേരിട്ട് ഗ്യാസ് എടുത്ത് വലിയ ട്യൂബിലാക്കി കൊണ്ടുപോയി ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാർമേഘത്തിൻ്റെ വന്ന് മൂടി നിൽക്കുന്ന സമയത്ത് ഞാനാണ് നിർദ്ദേശം കൊടുത്തത്, അവിടെ പോയിട്ട് റഡാറുകൾക്ക് പിടിക്കാൻ പറ്റില്ല. സ്വാമി ഇതൊക്കെ പറയുമ്പോൾ അസ്വസ്ഥരാകുന്ന കുറേ മലയാളി സുഹൃത്തുക്കളും അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പലപ്പോഴും നമ്മളോട് അദ്ദേഹം പറയുന്നത് മുഴുവൻ ഒരു എന്താ പറയുക, അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ്. സ്വാമി, ആ പരിമിതിയിൽ പൗരന് ജീവനാണല്ലോ സംഭാവന ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കോടതിയൊക്കെ ഇടപെടുന്നത്. നമ്മൾ ഒരിക്കലും ആ ഒരു വഴിയിൽ പോകാത്തത് കൊണ്ടല്ലേ ഇവിടെ കേരളം വേറിട്ട് നിൽക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇപ്പോൾ ഇത് നോക്കൂ ശരത്ത്, ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള രണ്ടാമത്തെ ലോക്ക്ഡൗൺ ആണ് കേരളത്തിൽ. പക്ഷേ ആദ്യത്തെ ലോക്ക്ഡൗൺ എന്തിനു വേണ്ടിയായിരുന്നു, ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ എന്താണ് എന്ന് ഇന്ന് മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ നമ്മൾ വാസ്തവത്തിൽ അത് മനസ്സിലാക്കുന്നത്, നമ്മുടെ തലപോയി എന്തൊരു വ്യക്തതയുണ്ട് ഇന്ന് മലയാളിക്ക്. എന്താണ് രണ്ടാമത്തെ ലോക്ക്ഡൗൺ, അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വാക്സിന്റെയും മറ്റ് ദൗർലഭ്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിരിക്കെ മുഖ്യമന്ത്രി ഊന്നൽ കൊടുത്തത് എന്താ? മരണത്തെ പിടിച്ചു കെട്ടുക. അതാണ് ആ മരിക്കാൻ ആളുകളെ വിട്ടുകൊടുക്കാത്ത വിധത്തിൽ അത് നമ്മുടെ കയ്യിൽ ഏറെക്കുറെ നമുക്ക് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു കരങ്ങളിൽ ഭദ്രമായിട്ടാണല്ലോ കേരളം ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് വളരെ ഒരു തൃപ്തി, സന്തോഷമുണ്ട്. ശ്രീ KJ ജേക്കബ്, അവസാനമായി താങ്കളുടെ ഒരു ചെറിയ നിരീക്ഷണം. ഈ അവസ്ഥ മനസ്സിലാക്കാത്തതല്ല രാജ്യത്തിൻ്റെ ഭരണകൂടം, അവർ അത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാവാം. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഒരു തിരുത്തലിൻ്റെ ഏതെങ്കിലും ഒരു സൂചന, ഏതെങ്കിലും ഒരു ഉലയൽ ഈ രാജ്യഭരണകൂടത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? വിദേശ മാധ്യമങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ വ്യാപനം ഉണ്ടായത് മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യമാണ്. ആ ദിവസങ്ങളിലാണ്.
ദ ഇക്കണോമിസ്റ്റ് എന്നുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു മാഗസിൻ എഴുതിയത് ഏപ്രിൽ 1 മുതൽ 18 വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ 12 ദിവസം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ബംഗാളിലായിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അമിത്ഷായെ കുറിച്ച് കേൾക്കാറില്ലല്ലോ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേൾക്കാറേ ഇല്ല. എന്താണ് എവിടെയാണ് ഈ രാജ്യം നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കേന്ദ്ര സർക്കാരിനും യാതൊരു ധാരണയുമില്ല. സ്വാമി പറഞ്ഞതിനാണ് എന്റെ പ്രശ്നം. സയന്റിഫിക് ടെമ്പർ പോയിട്ട് ഒരു രാജ്യത്തിലെ ഭരണാധികാരി ചെയ്യേണ്ട മിനിമം കാര്യങ്ങളെ കുറിച്ചൊരു ധാരണയും ഇല്ലാത്ത ഒരു കേന്ദ്ര സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്നുള്ളത്. അത് മാത്രമല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, നമ്മൾ നാഷണൽ കപ്പാസിറ്റി ഉപയോഗിച്ച് വാക്സിൻ ഉണ്ടാക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും അതിനുള്ള മൂവ് നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ ആശങ്കയോടുകൂടി കാണണം. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം സുപ്രീം കോടതി ഇടപെടലുകളെ നമ്മൾ കാണാൻ. സത്യത്തിൽ ഒരു ഭരണഘടനാ ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് സുപ്രീം കോടതി ഈ കാര്യത്തിന് വേണ്ടി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ വെച്ചത് എനിക്ക് അൺആക്സെപ്റ്റബിൾ ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എന്ത് ചെയ്യും നമ്മൾ? കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്ലാൻ? കേന്ദ്ര സർക്കാരിന് പ്ലാൻ ഇല്ല. എങ്ങനെയാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയെ ഒരു ചുമതലയ്ക്ക് സുപ്രീം കോടതി ഏൽപ്പിക്കുന്നത്? നമ്മൾ പാർലമെന്റ് ജനാധിപത്യത്തിൽ നമുക്ക് അൺആക്സെപ്റ്റബിൾ ആണ്. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. ഈ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ധാരണയുള്ള ആരെങ്കിലും ഇടപെടണം എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നു. അങ്ങനെ എന്ന് വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഭരണപരമായി ആരോഗ്യപരമായി നമ്മുടെ രാജ്യം ഒരു അനിശ്ചിതാവസ്ഥയിലാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി 6 മണിക്ക് വന്നിരുന്ന് നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസമാണ്. പക്ഷെ ഭാരതീയർ എന്ന നിലയ്ക്ക്, ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയ്ക്ക് ഈ രാജ്യം അപകടത്തിലാണ് എന്നുള്ളത് ഇതിന്റെ കൃത്യമായ സൂചനകളാണ് പല ഭാഗത്തു നിന്നും വരുന്നത്. നമ്മൾ ആഭ്യന്തരമന്ത്രിയെ കാണുന്നേ ഇല്ല. പ്രധാനമന്ത്രി നാട്ടുകാരോട് സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആക്ഷനായിട്ട് വരുന്നില്ല. നമ്മൾ ആശങ്കപ്പെടേണ്ട സമയമായിട്ടുണ്ട്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ആലോചനകളാണ് മുന്നോട്ട് വെച്ചത്. കേവല രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള ഒരു രാജ്യത്തിന്റെ ആശങ്കകളും പൊതുചിന്തകളുമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിച്ചത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി 3 ആളുകൾക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും വിലപ്പെട്ട നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചതിനും. മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി വന്നിട്ടുണ്ട്. നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ തിരക്കഥാകൃത്തായിരുന്ന ഡെന്നിസ് ജോസഫ് അന്തരിച്ചു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ന്യൂഡൽഹി പോലെ, രാജാവിൻ്റെ മകൻ പോലെ, ഭൂമിയിലെ രാജാക്കന്മാർ പോലെ ഓർമ്മയിൽ നിന്ന് അതിവേഗമെടുത്ത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കാൻ, അല്ലെങ്കിൽ ഈ പേര് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഓർക്കാൻ കഴിയുന്ന ഒട്ടേറെ സിനിമകളുടെ തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് അന്തരിച്ചു എന്ന വാർത്ത കൂടിയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ഏതായാലും ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 PM അജിം ഷാദ്.